السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. വേദിയിൽ ഉപവിഷ്ടരായ നേതാക്കളെ, ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, മുത്താലിമീങ്ങളെ, മുറാഫഖ ആർട്ടിഫിയസ്റ്റയുടെ ഈ മഹത്തായ വേദിയിൽ യുദ്ധക്കെഴുതികളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. യുദ്ധം മനുഷ്യരാശിയെ വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ലോകത്ത് മുഴുവൻ ആശങ്കയിൽ ആഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെഴുതികളാൽ ജനകോടികൾ പൊരുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരുമ്പി എത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1,00,000-ഓളം ആളുകൾ തത്സമയം നിഷ്കാസന ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തിൽ പരം പേർ റേഡിയേഷനിന്റെ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതിയടയുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്തു സമാധാനമാണ് സമ്മാനിച്ചത്. 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവും നിറഞ്ഞ ഫാറ്റ്മാൻ അന്ന് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ 1-ാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം പേരുടെ നിനം ചീന്തിയ 2-ാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏത് വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്? യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിന്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. എത്ര മനോഹരമാണ് പരിശുദ്ധമായ ഖുർആനിലെ ബോധനം. യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സാർത്ഥകമാക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.